ഹായ് ആൾ, മൈസെൽഫ് സവിതേഷ് ചെമ്പസ്. കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ഒരു വീഡിയോ എടുത്താൽ ശരിക്കും കൊള്ളാമെന്ന് വിചാരിച്ചൊരു ദിവസമാണ്. ബിക്കോസ് ഐ ഹാവ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റുഡൻറ് ഹരിഗോവിന്ദ് ഉണ്ട് ഇവിടെ ഓഫീസിൽ. ആളുടെ ബ്രദറിന്റെ വെഡിങ്ങിന് വേണ്ടി വന്നതാണ്. കുറച്ച് ദിവസത്തെ ടൈമേ ഉള്ളൂ ഇവിടെ. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു ഒന്ന് ഓടി വന്നിട്ട് ഒരു ഇന്റർവ്യൂ തന്നിട്ട് പോകുന്ന പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. ഹരിയുടെ തന്നെ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു ഹരിയുടെ എക്സ്പീരിയൻസ് അവിടെ UK പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്താണ് ഹരിയുടെ എന്ന് ചോദിക്കാം. ഹലോ, സോ മൈസെൽഫ് ഹരിഗോവിന്ദ്. ഞാൻ UK സ്കോട്ട്ലൻഡിലാണ് MSc റോബോട്ടിക്സ് വിത്ത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ കോഴ്സ് എടുത്ത് പോയതാണ്. മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയതാണ്. സോ ഹെറിയറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഇപ്പോൾ റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് ആണ്. ഇപ്പോൾ ഗ്രാജുവേറ്റ് വിസയിലാണ് ഉള്ളത്. ഇപ്പോൾ ഒരു 6 months ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റീൻ്റെ സപ്പോർട്ടോടെ ചെയ്തതാണ്. ചേമ്പേഴ്സ് അവിടെ ഒരു മെൻറ്ററിനെ റെഡിയാക്കി തന്നിട്ടുണ്ട്. CV ഫോർമാറ്റ് റെഡിയാക്കാനും ജോബ് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എല്ലാം പറഞ്ഞു തരാൻ ഒരു മെൻറ്ററിനെ റെഡിയാക്കി തന്നു. അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവരെ കോൺടാക്ട് ചെയ്യും. ഞങ്ങൾ എന്തും കോൺടാക്ട് ചെയ്തിട്ടേ ചോദിക്കുള്ളൂ. അപ്പോൾ 24 hours സപ്പോർട്ടാണ്. ഇയാളുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട്, അതായത് ഇപ്പോഴും UK പഠിക്കാൻ പോകാൻ ആഗ്രഹമുള്ള കുട്ടികളോട് ഹരിക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ പറഞ്ഞത് UK സ്റ്റഡീസിന് UK US ആണെങ്കിലും സ്റ്റഡീസിന് വളരെയധികം പ്രയോറിറ്റി ഉള്ളതും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഏറ്റവും കൂടുതലുള്ള 2 കൺട്രീസ് ആണ്. സോ UK നമ്മൾ സ്റ്റുഡന്റ് പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്താൽ നിങ്ങൾ പോയ സമയത്തുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ പിള്ളേരോട് നമ്മൾ പറയുമ്പോൾ UK വേണ്ട അല്ലെങ്കിൽ കാനഡ വേണ്ട, ഇൻസ്റ്റന്റ് ആൻസർ ആണ്. അവർ കേട്ടിരിക്കുന്ന എക്സ്പീരിയൻസും അവർ കണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോസും വേറെ തന്നെയാണ്. അതിന്റെ ബേസിലാണ് അവരുടെ ആൻസർ പറയുന്നത്. ഇതിനോട് എന്തായിരിക്കും ഇപ്പൊ ഇങ്ങനത്തെ പ്ലാൻ ചെയ്യുന്ന കുട്ടികളോട് എന്തായിരിക്കും ഹരിഗോവിന്ദിന് പറയാനുള്ളത്? ശരിയാണ്, സവിത മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള റൂമറാണ്. ഞാൻ അവിടെ UK കേൾക്കലുണ്ട്. കുറച്ചായിട്ടുള്ള റൂമേഴ്സാണ് UK പഠിക്കാൻ വരുന്നതിൽ കാര്യമില്ല, ജോലി കിട്ടൂല, ഔട്ടായിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ ആക്ച്വലി എൻ്റെ ഒരു ഇതിൽ ഫോൾസ് ഇൻഫോർമേഷൻ ആണ്. ആക്ച്വലി ഇപ്പോൾ അവിടെ പഠിച്ചു എന്നുള്ള ആസ് എ സ്റ്റുഡൻറ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ UK is the best for education compared to other countries because of the language barriers. വേറെ ഏത് കൺട്രി, ഇപ്പോൾ ഫ്രാൻസ് ആയിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ, എല്ലായിടത്ത് പോയാലും ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ UK കമ്പയർ ടു അതർ കൺട്രീസ് UK കുറച്ചുകൂടിയും എഡ്യൂക്കേഷൻ ആയാലും UK സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ഉണ്ട്. ഓൾ ഓവർ ദ വേൾഡ് എവിടെ പോയാലും UK സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി UK സർട്ടിഫിക്കറ്റിനാണ്. പിന്നെ ഇപ്പോൾ ഈ ജോബ്സ് പറയുന്നത് പാർട്ട് ടൈം ജോബ്സും വലിയ എളുപ്പമാണ്, ഏകദേശം എളുപ്പമാണ് UK കിട്ടാൻ കമ്പയർ ടു അതർ കൺട്രീസ്. US അറിയാലോ, ഭയങ്കര എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് US പാർട്ട് ടൈം ജോബ് പോലും റെഡി ആവാണ്ട്, ലിവിങ് എക്സ്പെൻസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ UK അത് അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റിയും UK കൺട്രി ആസ് എ കൺട്രി അവർക്കൊരു ക്വാളിറ്റി ഉണ്ടാവില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ മതി അവർക്ക്. അല്ലാത്തവരെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവരെയാണ് ഈ ഡിപ്പോർട്ട് ചെയ്യുന്ന കേസ് നമ്മൾ കേൾക്കുന്നത്. അല്ലാതെ വെറുതെ ഒന്നും ഡിപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾ അണ്ടർ 23 ആണെന്നുണ്ടെങ്കിൽ സ്കോട്ട്ലൻഡിൽ തന്നെ കുറേ കൺസെഷൻസ് കിട്ടും. സ്റ്റുഡൻസിന് പ്രയോറിറ്റി കൊടുക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രിയാണ് സ്കോട്ട്ലൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചേമ്പേഴ്സ് എന്നെ അവിടേക്ക് റെക്കമെൻഡ് ചെയ്തതും. ഞാനും ആക്ച്വലി ലണ്ടൻ, മാഞ്ചസ്റ്റർ അവിടെയൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചേമ്പേഴ്സ് സജസ്റ്റ് ചെയ്തത് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഹെറിയറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്. നല്ലൊരു ലൈഫുമാണ് അവിടെ, പീസ്ഫുൾ ആംബിയൻറ്റ്, സൂപ്പർബ് ലൈഫാണ്. ഹരിഗോവിന്ദ് ഇവിടെ എത്തിയതിന്റെ ഹിസ്റ്ററി കൂടെ പറയാനുണ്ട് എനിക്ക്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരിഗോവിന്ദിന്റെ മുമ്പേ ഇവിടെ വന്ന് ഇവിടുത്തെ കൗൺസിലിംഗ് കഴിഞ്ഞ് UK പോയിരിക്കുന്നത് ഹരിയുടെ ബ്രദർ ഹരികൃഷ്ണനാണ്. ഹരികൃഷ്ണൻ 2020 യൂണിവേഴ്സിറ്റി ഹെഡ്ഫോർഡ്ഷയറിൽ മാസ്റ്റേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോയ കുട്ടിയാണ്. എക്സ്ട്രാ ബ്രില്യൻ സ്റ്റുഡൻറ്, കള്ളം പറയാൻ പറ്റില്ല. ഹരിഗോവിന്ദിനെക്കാട്ടിലും നല്ല പോലെ പഠിക്കുന്ന കുട്ടിയാണ്. കോയമ്പത്തൂർ ശ്രീകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലായിരുന്നു അവൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിലെല്ലാം ഫസ്റ്റ് ആയിട്ട് വരിക, നല്ലപോലെ പാർട്ട് ടൈം ജോബ് ചെയ്തു, സേവ് ചെയ്യാൻ പറ്റിയ ആൾക്ക്. ലിങ്ക്ഡിൻ ത്രൂ ഓൾമോസ്റ്റ് എവറി ഡേ ആളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ആപ്ലിക്കേഷൻസ് അയക്കാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3000+ ആപ്ലിക്കേഷൻസ് 2022 ചെയ്തിട്ടുണ്ടാവണം. 2021 ഇൻഫാക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആള്. ആൻഡ് ഹി ഗോട്ട് പ്ലേസ്ഡ് ഓൾസോ. ലൈക്ക് അവിടെ തന്നെ കമ്മിൻസിൽ, UK തന്നെ കമ്മിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ, വൺ ഓഫ് ദ വെരി വെൽ നോൺ കമ്പനിയാണ്, എഞ്ചിനീയറിംഗ് ഫേം തന്നെ. വിത്ത് റിയലി ഗുഡ് ഫെസിലിറ്റീസ്, റിയലി ഗുഡ് പേ പാക്കേജ് ആള് പ്ലേസ്ഡ് ആയി 2022.
ആൻഡ് ഇറ്റ്സ് ബീൻ നൗ ലൈക്ക് 3 years പ്ലസ് ആയി. ഹീസ് അവിടെ തന്നെയാണ്, UK തന്നെയാണ് ആളുള്ളത്. ആളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ ഹരിഗോവിന്ദ് ഈ പ്രാവശ്യം വന്നിരുന്നത്. And he is now currently working as a new product reliability engineer ആയിട്ട് സീനിയർ ലെവൽ പോസ്റ്റിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് കമ്പനിയുടെ അണ്ടറിൽ തന്നെ ചാർട്ടേഡ് എഞ്ചിനീയർ ആയിട്ട്, UK ചാർട്ടേഡ് എഞ്ചിനീയർ ആയിട്ട് വരാനുള്ള എല്ലാ പ്രോസസ്സും കാര്യങ്ങളും കമ്പനി തന്നെ ഫോളോ ചെയ്യിപ്പിക്കുന്നുണ്ട് ആളെ കൊണ്ട്. ആൻഡ് ഈസ് ഡൂയിങ് എക്സ്ട്രാ ഓർഡിനറി, അല്ലെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ആളെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ആളുടെ റൂട്ടിലാണ് ആക്ച്വലി ഹരിഗോവിന്ദും 2 ഫ്രണ്ട്സും ഇവിടെ എസ് ചേംബേഴ്സിൽ 2022 കൗൺസിലിംഗ് സെഷന് വന്നതും അതിനുശേഷം ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്തതും ഡോക്യുമെന്റേഷൻ ചെയ്തെല്ലാം നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവർ 3 പേരും പോയതിൽ ഇപ്പം ഒരാൾ ഓൾറെഡി പ്ലേസ്ഡ് ആയി ടച്ച് ലാബിൽ തന്നെ ഫുൾ ടൈം ജോബിൽ അവി കയറിയിട്ടുണ്ട്. ആൻഡ് ജഗനും ഹരിഗോവിന്ദും ഇപ്പോഴും അതിന്റെ പ്രോസസ്സിങ്ങിലാണ്. ദേ ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് അപ്ലിക്കേഷൻസ്. ഓൾറെഡി ഹരിഗോവിന്ദ് പറഞ്ഞു നമ്മളൊരു മെന്റർ കൊടുത്തിട്ടുണ്ട് അവർക്ക്, UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെന്റർ ഉണ്ട്. ആൻഡ് ഹീ ഈസ് ഹെൽപ്പിംഗ് ദം ഇൻ ഗെറ്റിംഗ് ദി ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റഡും പിന്നെ ആപ്ലിക്കേഷൻസ് ചെയ്യാനും CV പ്രിപ്പറേഷനും ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വിത്ത് ഓൾ അവർ ഹെൽപ്പ് ദേ ആർ ഡൂയിങ് റിയലി ഗുഡ് ഇൻ ദാറ്റ് വേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ സ്റ്റുഡൻസിനോടും, ഇപ്പം എബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കുന്ന എല്ലാവരോടും കൂടെ പറയാനുള്ളതാണ്. ഒരു കൺട്രി സ്പെസിഫിക് ആയിട്ട് പറയാവുന്ന ഒരാളോടും അല്ല ഞാൻ പറയുന്നത്. എബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കുന്ന എല്ലാ കുട്ടികളോടും പറയാനുള്ളത്, നിങ്ങളിൽ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം, നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. സ്കോളർഷിപ്സോട് കൂടി പഠിക്കാം. അപ് ടു ഫുൾ ഫീസ് സ്കോളർഷിപ്പ് എടുത്ത് പോയിട്ട കുട്ടികൾ നമുക്കുണ്ട്. പാർട്ട് ടൈം ജോബ്സ് എടുക്കാനുള്ള ഓപ്ഷൻസ് അറ്റ് ദ മൊമെന്റ് ഉണ്ട്. കാരണം 2025-ലും 2024-ലും ആ ക്രൗഡ് സിറ്റുവേഷൻ അറ്റ് ദ മൊമെന്റ് ഇല്ല. കുട്ടികളുടെ തള്ളിക്കയറ്റമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് UK. സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബ്സ്, ഇപ്പോൾ ജാനുവരി ഇൻടേക്കിലൊക്കെ പോയ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സ്റ്റുഡൻസ് ആർ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഫുൾ ടൈം ജോബ്സ് ഓൾസോ. ദ ഓൺലി തിങ് ഈസ് ലൈക്ക് നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളതിൽ. ആൻഡ് യൂണിവേഴ്സിറ്റി ഹാസ് എവറി സപ്പോർട്ട്, എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഓൾസോ ഹാവ് എക്സ്ട്രാ സപ്പോർട്ട് പ്രൊവൈഡിങ് ടുവേർഡ്സ് ദാറ്റ് സൈഡ്. ആൻഡ് ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യുക, ഷോർട്ട് ടേം ഗോൾസ് ആവരുത് നിങ്ങളുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ചെന്ന ഉടനെ കിട്ടുന്ന പാർട്ട് ടൈം ജോബ്സ്, അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ ആവരുത് നിങ്ങളുടെ മോട്ടീവ് എന്ന് പറയുന്നത്. ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റും. കാരണം അതെന്റെ എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, എന്റെ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസിന്റെ ബേസിൽ പറയുന്നൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഹരിഗോവിന്ദ്. ഒരു ടൈറ്റ് സ്കെഡ്യൂളിൽ ഹരി ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ബ്രദറിന്റെ കല്യാണത്തിന് വന്നു, 9th തിരിച്ചു പോവാണ്. ബ്രദർ ഹരീഷിന്റെ വൈഫ് ഇൻഫാക്ട് ഷീ ഈസ് എ സയന്റിസ്റ്റ് അറ്റ് കേംബ്രിഡ്ജിലാണ്. ആൻഡ് അവരിപ്പോൾ 9th തിരിച്ചു പോകും എല്ലാവരും. അപ്പൊ അതിന്റെ ആ ഒരു ടൈം സ്കെഡ്യൂളിനുള്ളിൽ ഇവിടെ വന്നൊരു ഇങ്ങനെ ടെസ്റ്റ് മോണിൽ തരാൻ വേണ്ടിയിട്ട് ആ ഒരു എഫേർട്ട് എടുത്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് ആക്ച്വലി ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസിൽ പറയുമ്പോൾ ഇനി സ്റ്റഡീസിന് എബ്രോഡ് പോകാൻ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആണത്. ലൈക്ക് വളരെ ജെന്യൂൻലി ആളുടെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ആൾ പറഞ്ഞിട്ടുള്ളത്, അവിടുത്തെ ആളുടെ എക്സ്പീരിയൻസും അവിടെ എങ്ങനെയാണ് ലൈഫ് എന്നും എല്ലാ കാര്യങ്ങളും ആൾ ഷെയർ ചെയ്തു. സോ ഡെഫിനറ്റ്ലി ദിസ് ഗോണ ഹെൽപ്പ് യു all who is looking for further studies abroad. And if there is any doubts or anything, definitely you guys can get back to us. Okay, thank you.